ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സബ്സ്ക്രൈബറുടെ അപേക്ഷ പ്രകാരം പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ അളവ് ഞാനൊന്ന് പറയാം. അതിൻ്റെ ലെങ്ത്ത് 44 ഇഞ്ച്, അതിൻ്റെ ഷോൾഡർ 12 ഇഞ്ച്, ചെസ്റ്റ് 36 ഇഞ്ച്, ബസ്റ്റ് 38 ഇഞ്ച്, വേസ്റ്റ് 33 ഇഞ്ച്, ഹിപ്പ് 36 ഇഞ്ച്, ആം ഹോൾ 15.5 ഇഞ്ച്, ആംഹോളിൻ്റെ അവിടുത്തെ ലൂസ് 13 ഇഞ്ച്, കൈയുടെ എൻഡ് ലൂസ് 12 ഇഞ്ച്, ടെക്ക് പോയിൻറ്റ് 10 ഇഞ്ച്, അതുപോലെ തന്നെ ടെക്ക് പോയിൻ്റ് അകലെ 8 ഇഞ്ച്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച്, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച്, നെക്കിൻ്റെ വീതി 5.5 ഇഞ്ച്. ഇതാണ് അതിൻ്റെ അളവ്. അപ്പോൾ ഇത് ലൈനിങ് ഉള്ള കുർത്തിയാണ്. അപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥ തുണിയിൽ നമ്മൾ പിന്നീട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ 2 മീറ്റർ ലൈനിങ്ങാണുള്ളത്. അതിന് ഇറക്കം എന്ന് പറയുന്നത് 44 ഇഞ്ച് ഇറക്കമുണ്ട്. പക്ഷേ ഈ ലൈനിങ്ങിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 41 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ അതായത് 3 ഇഞ്ച് കുറവാണ്. നമ്മൾ സാധാരണ ചുരിദാറാണെങ്കിലും കുർത്തിയാണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥ തുണിയേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ച് ലൈനിങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഫുൾ ഇറക്കം, അതിപ്പോൾ വീഡിയോയിൽ ഫുൾ ഇറക്കം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഷേപ്പിൻ്റെ ആ ഭാഗം മുതൽ മുകളിലേക്കുള്ള അതിനാണ് പ്രധാന ഭാഗം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ആ ഭാഗം പ്രത്യേകം ഞാൻ കാണിച്ചിട്ട് അവസാനം ഞാൻ അതിൻ്റെ അടിവശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഇതാദ്യം ഞാനിങ്ങനെ ഒന്ന് ലെവൽ ചെയ്യാൻ, തുണി ഒന്ന് ലെവൽ ചെയ്യാനുള്ള ഒരു ലൈനാണിത്. അതിനുശേഷം ഞാനിങ്ങനെ തയ്യൽ തുമ്പിനുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഇത് തയ്യൽ തുമ്പിനുള്ള ലൈനാണ്. അത് കഴിച്ചിട്ടാണ് നമ്മൾ താഴേക്ക് ഇറക്കം മാർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴിച്ച് ഈ തയ്യൽ തുമ്പ് കഴിച്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 41 ഇഞ്ചുണ്ട്. ലൈനിങ്ങിൽ 41 ഇഞ്ചുണ്ട്. അത് കഴിഞ്ഞ് 3 ഇഞ്ചും കൂടെ നീളം വേണം നമുക്ക് യഥാർത്ഥത്തിൽ കുർത്തിക്ക്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യണം കേട്ടോ. ഷോൾഡർ 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 6.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഞാനതൊന്ന് നേരെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ഞാനിങ്ങനെ നേരെ വരച്ചു. അതിനുശേഷം ഞാൻ കഴുത്തിൻ്റെ അകലാണ് മാർക്ക് ചെയ്യണത്. ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ 4 ഇഞ്ച് വീതം അപ്പുറത്ത് ഇപ്പുറത്തും തയ്യൽ തുമ്പ് പോരും. അപ്പോൾ ബാക്കിനേക്ക് 5 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അതൊരു ബോക്സാക്കി ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ച് 4.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. തയ്യൽ തുമ്പ് കഴിച്ച് 4.25 ഇഞ്ച്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടും. 5 ഇഞ്ചാണ് ബാക്കി കഴുത്തിൻ്റെ ഇറക്കം. അത് ഞാൻ ഈ കർവ് വെച്ച് യു ഷേപ്പ് കൊടുക്കണം കേട്ടോ, റൗണ്ട് അങ്ങനെ ഷേപ്പും കൊടുത്തു. ഷോൾഡറിന് ഇത്രയും വീതി ഉള്ളത് കൊണ്ട് ഞാനതിന് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തയ്യൽത്തുമ്പിൻ്റെ ഈ മുകളിലത്തെ പോയിൻ്റിൽ നിന്ന് ഈ തയ്യൽത്തുമ്പിൻ്റെ താഴത്തെ പോയിൻറ്റിലേക്ക് അങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര ഞാനിങ്ങനെ ഷേപ്പ് കൊടുത്തു. ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് എത്രയാണെന്നറിയോ? ആം ഹോൾ മൊത്തം ആം ഹോളിൻ്റെ 1/3 മാർക്ക് ചെയ്യണത്. മൊത്തം ആം ഹോൾ എന്ന് പറയുന്നത് ഇത് 15.5 ഇഞ്ചാണ്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 5.25 ഇഞ്ച്. അപ്പോൾ 5.25 ഇഞ്ചിൽ ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്തു. അപ്പോൾ അത് ഈ ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാനൊന്ന് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാണ് ചെസ്റ്റ് ലൈൻ. ഇനി ഞാൻ ബെസ്റ്റ് ലൈൻ കൊടുക്കുവാണ്. ബെസ്റ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് 10 ഇഞ്ചാണ്. അപ്പോൾ ആ ടക്ക് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഷേപ്പിനുള്ള, അതായത് വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്തു. അത് 14 ഇഞ്ചാണ് കേട്ടോ.
നീളമുള്ളവരാണെങ്കിൽ നല്ല പൊക്കമൊക്കെ ഉള്ളവരാണ് 14, 14.5 വരെ ആവാം. അല്ലെങ്കിൽ ഒരു 13, 13.5 മതി. അപ്പോൾ ഇത് വെസ്റ്റിൻ്റെ ലൈനാണ്, ഇത് വേസ്റ്റിൻ്റെ ലൈനാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് കിപ്പിൻ്റെ ഇത് മാർക്ക് ചെയ്യണം. കിപ്പ് ഞാനിവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എലൈൻ കുർത്തിക്ക് ഹിപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്യണമെന്നില്ല, എന്നാലും അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ അത് 20 ഇഞ്ചാണ്. 20 ഇഞ്ചാണ് ഹിപ്പിൻ്റെ ഇറക്കം കേട്ടോ. ആ 20 ഇഞ്ചിൽ ഞാനൊന്ന് ലൈൻ വരയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചുരിദാറിന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ലൈൻ കുർത്തിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഞാൻ ആ ലൈനൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ചെസ്റ്റാണ്, ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1, അതിൻ്റെ 4-1 പറഞ്ഞാൽ 9 ഇഞ്ച്. അതിനോട് നമ്മൾ 3/4 ഇഞ്ച് ലൂസ് കൂട്ടി, അപ്പോൾ 9.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, അത് ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ഇനി വേസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. വേസ്റ്റ് എന്ന് പറയുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8.25, അതിൻ്റെ കൂടെ 3/4 കൂട്ടി 9 ഇഞ്ച്. ആ 9നോട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടെ നമ്മൾ ആം ഹോൾ കർവ് വെച്ച് അതിന് ഷേപ്പ് കൊടുക്കണം. ആം ഹോളിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടു, അവിടെ നമ്മൾ ആം ഹോൾ കർവ് വെച്ച് നമ്മൾ ആം ഹോളിന് ഷേപ്പ് കൊടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ ആം ഹോൾ എത്ര കിട്ടണമെന്നറിയാമോ? നമുക്കിവിടെ ആം ഹോളിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ്. അതിനോട് 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടണം. ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടണം. 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 16 ഇഞ്ച്, 16യുടെ പകുതി 8.25 ഇഞ്ച് നമുക്ക് ഈ ആം ഹോൾ കിട്ടണം. അപ്പോൾ നമുക്കിത് 8.25 ഇഞ്ചുണ്ടോ, ഈ ഷേപ്പ് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അളന്ന് നോക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 8.25 ഇഞ്ചുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? കൃത്യം 8.25 ഇഞ്ചുണ്ട്. അപ്പോൾ ആം ഹോൾ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഷേപ്പ് ആ ചെസ്റ്റിൻ്റെ ലൈനിൽ നിന്ന് വേസ്റ്റിൻ്റെ ലൈനിലേക്കുള്ള ആ ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കണം. അതിനുശേഷം സ്റ്റിച്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ലൈനിങ് എത്രയും വീതി കുറവായതുകൊണ്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഫുൾ വീതിക്കാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയർ ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ജോയിൻ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് അങ്ങോട്ട് വരയ്ക്കും. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വരയ്ക്കും കേട്ടോ. ഇങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് വരച്ചു. അപ്പോൾ അതായത് ഇത് യഥാർത്ഥ തുണിയേക്കാൾ ഇത് 3 ഇഞ്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ അതിൻ്റെ ഫ്ലെയർ ഷേപ്പ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഇതൊന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ആക്കുക ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി. അപ്പോൾ ഇതാണ് ബാക്കി ഞാനിങ്ങനെ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി ഞാനും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കഴുത്ത് വെട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കി പീസ് വെട്ടിയെടുത്തു കേട്ടോ. അത് ഞാനിങ്ങനെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണതെന്നു വെച്ചാൽ ഈ ബാക്കി പീസ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം 1-2 മാർക്കിങ് നമ്മൾ ചെയ്തതിന് ശേഷം ബാക്കി പീസ് നമ്മൾ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ബാക്കി പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്യും കേട്ടോ. കഴുത്തിൻ്റെ വീതി നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഒന്നാമതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കഴുത്തിൻ്റെ വീതിയാണ്, അത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡറിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു.
പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആം ഹോളിൻ്റെ ഇറക്കമാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ലൈനും ഷേപ്പിൻ്റെ ലൈനും നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബാക്കി പീസ് എടുത്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ആ ലൈനൊക്കെ ഒന്ന് നേരെ വരയ്ക്കാം. ആ മുഹോള് നമുക്ക് ആ മുഹോളിൻ്റെ ഇറക്കമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഷേപ്പും കൂടെ വരയ്ക്കണം കേട്ടോ. ഷേപ്പും കൂടി വരച്ചു. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രധാനമായിട്ടും നമ്മൾക്ക് ഷേപ്പിന് മുകളിലേക്കുള്ള ഭാഗത്തിൻ്റെ കാൽക്കുലേഷൻസ് അറിഞ്ഞാൽ മതി. താഴേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഫ്ലെയർ ഇടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 3 ലൈനുണ്ട്. ഒന്ന് ചെസ്റ്റിൻ്റെ ലൈൻ, ഒന്ന് ബ്രസ്റ്റിൻ്റെ ലൈൻ, അല്ലെങ്കിൽ ടക്ക് പോയിൻറ്റിൻ്റെ ആ ലൈൻ, പിന്നെ ഒന്ന് ഷേപ്പ് കൊടുക്കണമെന്ന ലൈൻ, അതായത് വേസ്റ്റിൻ്റെ ലൈൻ ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ചെസ്റ്റിൻ്റെ 4/1 നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടുന്നു കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ ചെസ്റ്റിൻ്റെ ലൈൻ എന്ന് പറയുന്നത്, ചെസ്റ്റിൻ്റെ 4/1 എന്ന് പറയുന്നത് 9, ചെസ്റ്റിൻ്റെ 4/1 എന്ന് പറയുന്നത് 9. 9നോട് നമ്മൾ 2 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 11 ഇഞ്ച്. 11 ഇഞ്ചിൽ ഞാനിവിടെ ചെസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്തു. ഇനി ബ്രസ്റ്റ് ലൈനിലാണ് മാർക്ക് ചെയ്യാനുള്ളത്. ബ്രസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യാനതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്രസ്റ്റ് 38 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ എത്ര കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ 9.5 ഇഞ്ചുണ്ട്. ബാക്കിൽ 9.5 ഇഞ്ചുണ്ട്. 9, 19 ഇഞ്ചുണ്ട്. 19 ഇഞ്ച് ലൂസ് ബാക്കിലുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 19 ഇഞ്ച് കിട്ടണം. അപ്പോഴാണ് 19, 38 ആവുള്ളൂ. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാനിങ്ങനെ പറയാം, ബസ്സിൻ്റെ 4/1 എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അതിനോട് 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ 11 ഇഞ്ച്. ബസ്സിൻ്റെ 4/1നോട് 1.5 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പോൾ അതിപ്പോൾ ചെസ്റ്റ് ലൈനും ബ്രസ്റ്റ് ലൈനും ഒരുപോലെയായി കേട്ടോ. രണ്ടും ഒരേ മെഷർമെൻറ്റാണ്. അതിനുശേഷം നമ്മളിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടക്ക് പോയിൻ്റ് ഇത് ടക്ക് പോയിൻ്റിൻ്റെ ഇറക്കമാണ് കേട്ടോ. തയ്യൽ തുമ്പ് കഴിച്ച് 10 ഇഞ്ച്. ഇവിടുത്തെ തയ്യൽ തുമ്പ് കഴിച്ച്, ആ തയ്യൽ തുമ്പ് ഞാനൊന്ന് വരയ്ക്കാം. ആ തയ്യൽ തുമ്പ് കഴിച്ച് ഞാൻ 10 ഇഞ്ചാണ് ടക്കിൻ്റെ ഇറക്കം കേട്ടോ, അല്ലെങ്കിൽ ബെസ്റ്റ് ലൈൻ. അപ്പോൾ അത് 10 ഇഞ്ച്. ഇനി നമുക്ക് ടക്ക് പോയിൻറ്റും തമ്മിലുള്ള അകലം മാർക്ക് ചെയ്യണം. അത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ കൂടെ 1/4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് വരും. അപ്പോൾ അങ്ങനെ, കാരണം നമ്മളിവിടെ ഈ ലൈനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1/4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് ഉണ്ടാകും. അപ്പോൾ ആ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമുക്ക് 8 ഇഞ്ച് കിട്ടണം. അപ്പോൾ 4 ഇഞ്ചും 1/4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആം ഹോളിൻ്റെ സെൻറ്റർ കാണുക. ആ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ആ 1/4 ഇഞ്ചിൻ്റെ പോയിൻറ്റിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ ചിരിച്ച് വെച്ചിങ്ങനെ വരയ്ക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ടക്ക് പോയിൻറ്റിൻ്റെ ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ മാർക്ക് ചെയ്ത അവിടെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ലൈൻ ഇങ്ങനെ ഈ കോർണറിലേക്ക് നമ്മളിങ്ങനെ, ഇതിൻ്റെ കോർണറിലൂടെ നമ്മളിങ്ങനെ ലൈൻ കൊടുക്കണം. ഉണ്ടോ? ഈ ടക്ക് പോയിൻറ്റ് തമ്മിലുള്ള അകലം തയ്യൽ തുമ്പോട് കൂടി നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിലെ ആ രീതിയിലേക്ക് നമ്മളിങ്ങനെ ലൈൻ കൊടുക്കുകയാണ്. ഈ കോർണറിലൂടെ ഉണ്ടോ, ഈ കോർണറിലൂടെയാണ് ലൈൻ പോകണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഈ 4.25 പോയിൻറ്റ് നമ്മളിവിടെ താഴെയും കൊടുക്കണം. വേസ്റ്റിൻ്റെ അവിടെ 4.25 പോയിൻറ്റും നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഷേപ്പ് നമ്മളിവിടെ കൊടുക്കുക.
അതിനുശേഷം നമ്മളതിങ്ങനെ താഴേക്ക് കൃത്യം നേരെ ഇങ്ങനെ താഴേക്ക് വരികയാണ്. നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഇതിന് 9.25 ഇഞ്ച് നമുക്ക് ലൂസ് കിട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എത്രയുണ്ടെന്നറിയോ? 9.25 ഇഞ്ച് ലൂസ് കഴിച്ചിട്ട് ബാലൻസ് നമുക്ക് വരുന്നത് 1.25 ഇഞ്ചാണ്. അപ്പോൾ 1.25 ഇഞ്ചിൽ 1/4 ഇഞ്ച് പോയിൻ്റ് ഇവിടെ തയ്യൽത്തും പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1 ഇഞ്ച് 3/4 ഇഞ്ചും പോയിൻ്റുണ്ട്. അപ്പോൾ അതിൽ 1/4 ഇഞ്ചും പോയിൻറ്റും നമുക്ക് വീണ്ടും ഈ സൈഡിൽ നിന്ന് തയ്യൽത്തും പോകും. അത് കഴിഞ്ഞിട്ട് ബാലൻസ് എത്രയുണ്ട്? 1/2 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണമെന്നറിയോ? 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ചിലേക്ക് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ക്രോസിൽ കൊടുക്കുക. അത് നമ്മൾ ഇച്ചിരി നേരെ വരയ്ക്കണം കേട്ടോ. കേട്ടോ, ഈ 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. സാധാരണ ഇങ്ങനെ ഒറ്റ കട്ടിങ്ങിൽ നമ്മൾ 2 സൈഡ് കൂട്ടിയാണ് അടിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ 1/2 ഇഞ്ച് നമ്മളിവിടെ നിന്ന് എടുത്ത് കളയുവാണ്. ഇത്രയും തുണി നമ്മൾ എടുത്ത് കളയും. അതിനുശേഷം ഇവിടെയും നമ്മൾ 1/4 ഇഞ്ച് പോയിൻറ്റും തയ്യൽത്തുമ്പ് വരും, ഇവിടെയും 1/4 ഇഞ്ച് പോയിൻറ്റും തയ്യൽത്തുമ്പ് വരും. എന്നിട്ട് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 9.25 ഇഞ്ച് കിട്ടണം. കണ്ടോ, ഇവിടെ 5.5 പോയിൻറ്റും ഉണ്ട്. ആ 5.5 പോയിൻറ്റ് നമ്മളിവിടെ വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് കൃത്യം 9.25 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷേപ്പ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടക്കിന് നമ്മൾ ഒരു 3 ഇഞ്ച് താഴെ നമ്മൾ 1/4 ഇഞ്ച് പോയിൻ്റ് അപ്പോൾ 2 സൈഡിലേക്കുമായിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കും. 1/4 ഇഞ്ചും പോയിൻറ്റും വെച്ച് 2 സൈഡിലേക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുകയാണ്. അതുപോലെ ആ 3 ഇഞ്ചിൻ്റെ താഴേക്ക് നമ്മൾ വീണ്ടും 3 ഇഞ്ചും കൂടെ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ 3 ഇഞ്ച് കൊടുത്തു, അവിടെ നമ്മൾ 3/4 ഇഞ്ച് കുഴിച്ചു, അവിടെ നിന്ന് നമ്മൾ താഴേക്ക് 3 ഇഞ്ച് കൊടുത്തു. ആ 3 ഇഞ്ചിലേക്ക് നമ്മൾ വീണ്ടും പോയിൻ്റായിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ആ പോയിൻറ്റിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്. ഉണ്ടോ, ഇവിടെ നമ്മൾ ഇത്രയും പീസ് എടുത്ത് കളയും കേട്ടോ. ഇതും എടുത്ത് കളയാനുള്ള പീസാണ്, ഇത് കട്ട് ചെയ്ത് കളയാനുള്ള പീസാണ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈ അടിവശത്തെ ലൂസിൻ്റെ ഉണ്ടല്ലോ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് മാറ്റി, അതായത് ഇപ്പോൾ നമുക്ക് ഇത് 16 ഇഞ്ചാണ് ഉള്ളത്, നമുക്ക് ഫ്ലയർ എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് മാറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മാർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുക. ആ മാർക്കിലേക്ക് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ താഴേക്ക് നേരെ ഇങ്ങനെ കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ഭംഗി നമുക്കിങ്ങനെ ചരിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനിതിങ്ങനെ ഒന്ന് നേരെ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ വേസ്റ്റിൻ്റെ ഷേപ്പാണ്. അപ്പോൾ വേസ്റ്റ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് 9 ഇഞ്ച് കിട്ടണം. 9 ഇഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ 1/4 ഇഞ്ചും പോയിന് തയ്യൽത്തുമ്പ് പോവും, ഇവിടെയും 1/4 ഇഞ്ചും പോയിന് തയ്യൽത്തുമ്പ് പോവും. അത് കഴിച്ചിട്ട് നമുക്ക് അളന്ന് നോക്കണം 9 ഇഞ്ച് കിട്ടാൻ. അപ്പോൾ ഇത് 3.25 നമ്മളിവിടെ വെച്ചിട്ട് 9 ഇഞ്ച്, ആ 9 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഷേപ്പ് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം.
ഇവിടെ എല്ലായിടത്തും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയറിലേക്ക് നമ്മൾ ഇങ്ങനെ നേരെ വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. ആ ഫ്ലെയർ എത്രയാണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വീതി കൂട്ടി വരയ്ക്കാം നമുക്ക്. അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ താഴത്തെ ഫ്ലെയറിൻ്റെ വീതിക്ക് അനുസരിച്ച് അത് പിന്നെ നമ്മൾ നേരെ വരച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കിപ്പിൻ്റെ ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ചുരിദാറിനാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇത് ബാക്കി അടിവശം ലൂസായതുകൊണ്ട്, ഫ്ലെയർ ലൂസായതുകൊണ്ട് നമുക്ക് ഹിപ്പിൻ്റെ അളവ് നോക്കേണ്ട കാര്യമില്ല അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കണം. ഇങ്ങനെ പോയിൻ്റ് പോലെ നിൽക്കാതെ ഇതൊന്നിങ്ങനെ ഷേപ്പ് ഒരു കർവാക്കി എടുക്കുക. ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് കർവാക്കി എടുക്കുക കണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഇതിപ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ അളവും ചെസ്റ്റിൻ്റെ അളവും ഇപ്പോൾ ഒരേപോലെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് തയ്ച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിവിടെ മൊത്തത്തിൽ 1.25 ഇഞ്ച് കുറയും. 1.25 ഇഞ്ച് കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തുണിയുണ്ടല്ലോ, ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് 1.25 ഇഞ്ച് കുറയും. അപ്പോൾ 1.25 ഇഞ്ച് കുറയുമ്പോൾ നമുക്ക് ഇവിടെ അളവ് എത്ര വരും എന്നറിയോ? 9.25 ഇഞ്ച് വരും. അതായത് ഇവിടെ നമുക്കുള്ളത് എത്രയാണ്? 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് വെച്ചിട്ട് 10.25 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 10.25, ഇവിടെ നമുക്ക് 9.25. ചെസ്റ്റിനേക്കാൾ ബെസ്റ്റിൻ്റെ അവിടെ 1/2 ഇഞ്ച് ലൂസ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതിൽ ഞാൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റിൻ്റെ ആ ഭാഗം ചിലപ്പോൾ പതിഞ്ഞിരിക്കാൻ, ടൈറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ഫ്ലെയറൊക്കെ വരയ്ക്കുമ്പോൾ, സാധാരണ നമ്മൾ ലൈൻ കുർത്തി വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നേരെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാറുള്ളത്, ഇങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കാറുള്ളത്. പക്ഷേ അത് നേരെ വരയ്ക്കുമ്പോൾ കൊണ്ട് 1/2 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ നേരെ വരച്ച് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ നേരെയാണ് ഈ ഷേപ്പിലേക്ക് വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ 1/2 ഇഞ്ച് ലൂസ് കുറഞ്ഞു പോകും. അപ്പോൾ ബെസ്റ്റ് പതിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടത്തേക്കാൾ 1/2 ഇഞ്ച് ലൂസ് നമ്മൾ കൂടുതൽ കൊടുത്തത്. അപ്പോൾ ഈ നമ്മളിവിടെ ഷേപ്പിനല്ല അടിക്കുന്നത്, ഇവിടെ നേരെ തന്നെയാണ് അടിക്കുന്നത്. കാരണം ഇവിടെ കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 1.25 ഇഞ്ച് ലൂസ് കുറയും. അപ്പോൾ അന്നേരം ഈ ഷേപ്പ് കറക്റ്റായിട്ട് വരും. ഇവിടെ ലൂസ് ഉണ്ടാവുകയും ചെയ്യും, ഇവിടെ കറക്റ്റ് ലൂസ് ആയിരിക്കും. അപ്പോൾ ബെസ്റ്റിൻ്റെ അവിടെ നമുക്ക് ആവശ്യത്തിന് ലൂസ് കിട്ടും, ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള അളവ് ലഭിക്കുകയും ചെയ്യും. അതാണ് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുത്തേണ്ടതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇതല്ല അടിക്കുന്ന ഷേപ്പ് കേട്ടോ, തയ്ക്കുന്ന ഷേപ്പ് ഇതല്ല, ഇതാണ് ഷേപ്പ്. ആ ഷേപ്പിലൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ആം ഹോളിന് നമുക്ക് ഷേപ്പ് കൊടുക്കാം. ആം ഹോളിന് ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ ലൈൻ വന്നിങ്ങനെ ഇവിടെ മുട്ടി നിൽക്കുന്നതുണ്ടോ, അവിടെ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. ഇവിടെ നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻ വന്ന് മുട്ടി നിൽക്കുന്നിടത്ത് നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക. അതിനുശേഷം ഈ ലൈൻ മുട്ടി നിൽക്കുന്നതാണ് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോൾ കർവ് വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കണം. ഈ ലൈനിലേക്ക് മുട്ടിച്ച് ഇവിടെ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എവിടെ ഷേപ്പ് കൊടുക്കണം എന്നറിയോ? ഇവിടെ ഷേപ്പ് കൊടുക്കണം. അതായത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം. അതാണ് ഇങ്ങനെ കൊടുക്കണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മൾ തയ്യൽ തുമ്പ്. ഇത്രയും നമ്മൾ തയ്യൽ തുമ്പ് പോവും. 4 ഇഞ്ചും പോയിൻ്റ് നമുക്ക് തയ്യൽ തുമ്പ് പോവും. ഇവിടെയും 4 ഇഞ്ചും പോയിൻ്റ് നമുക്ക് തയ്യൽ തുമ്പ് പോവും ഉണ്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ അടിച്ചു വരുമ്പോൾ കിട്ടുന്നത് ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇപ്പോൾ ആം ഹോൾ അടിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ച് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്ന സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് മറിക്കാം.
കഴുത്ത് ഫ്രണ്ട് കഴുത്ത് വി കഴുത്താണ്. അപ്പോൾ വി കഴുത്ത് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഷേപ്പിൽ വി കഴുത്ത് കൊടുക്കണം കേട്ടോ. കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അത് ഞാൻ പറഞ്ഞു വെച്ചടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് 6 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം. അപ്പോൾ കഴുത്തിന് 6 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഞാൻ 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാണ് 5.25. അതിലേക്ക് ഞാനിങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഷേപ്പിലാണ് വരയ്ക്കണേ, നേരെ സ്കെയിൽ വെച്ച് വരയ്ക്കില്ല, ഇങ്ങനെ ഒരു ഷേപ്പിൽ വരയ്ക്കണം. അപ്പോൾ എത്ര ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇനി നമുക്കിതിൻ്റെ ആംഹോൾ കറക്റ്റാണോ നോക്കണം. അതായത് ബാക്കിലെ ആംഹോൾ നമുക്ക് 8.25 ഇഞ്ചാണ് കിട്ടിയത്. അതിനേക്കാൾ 4 ഇഞ്ച് കൂടുതൽ ഇതുണ്ടായിരിക്കണം, അതായത് 8.5 ഇഞ്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ആംഹോൾ ഇങ്ങനെ കുഴിഞ്ഞു വരുന്നതുകൊണ്ട് ബാക്കി ആംഹോളിനേക്കാൾ 4 ഇഞ്ചെങ്കിലും ഇത് കൂടുതലുണ്ടായിരിക്കണം. അപ്പോൾ അത് 4 ഇഞ്ച് കൂടുതലുണ്ടോ എന്ന് നമുക്ക് അളന്ന് നോക്കാം. അതായത് ഇത് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ബാക്കിലെ ആംഹോൾ 8.25 ഇഞ്ചായിരുന്നു, ഇത് 8.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ ഇവിടം വരെ നമ്മൾ അളക്കുന്നുള്ളൂ. അപ്പോൾ 4 ഇഞ്ച്. എന്നിട്ട് ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും അളക്കുവാണ്. ആ 4 ഇഞ്ച് നമ്മളിവിടെ വെച്ചു. അതിന് ശേഷം നമ്മൾ വീണ്ടും അളക്കുന്നു. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 4 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ലൈനിലൂടെ തന്നെ അളന്ന് നോക്കാം. ഒരു പോയിൻ്റ് കുറവുണ്ട്, 8.5ക്ക് ഒരു പോയിൻ്റ് കുറവുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് ചെയ്യേണ്ടി വരും. ആ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റാണ് കുറവുള്ളൂ. അപ്പോൾ അത് ഷേപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ബാക്കിയുടെ ആംഹോളിനേക്കാൾ ഫ്രണ്ടിലെ ആംഹോൾ 4 ഇഞ്ച് കൂടുതൽ നിൽക്കും. കാരണം അത് നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയറിന് ഇങ്ങനെ നേരെ കൊടുക്കണമെന്നില്ല, ചിലരിങ്ങനെ നേരെ ഇങ്ങനെ ചെരിച്ച് കൊടുക്കണമെന്നില്ല. ഫ്ലെയർ ചിലപ്പോൾ ഇങ്ങനെ ചെരിച്ച് കൊടുക്കണമെന്നില്ല. പക്ഷെ നമുക്ക് നേരെ ഇങ്ങനെ അതേ അളവിൽ തന്നെ താഴേക്ക് നേരെ മുറിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് അകത്തി മുറിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ച് കാണാനായിട്ട് ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ മുറിച്ചത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നേരെ തന്നെ മുറിക്കണം എന്നാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മുറിക്കാം. അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് നമ്മൾ വെച്ചടിക്കുകയാണ്. അതുകൊണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ആംഹോൾ തന്നെ ഇത് ഇനി നമ്മൾ ഈ പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളതിൽ മുറിച്ച് കളയുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നമ്മളിങ്ങനെ ഷേപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഇങ്ങനെ മുറിക്കണം കേട്ടോ. അപ്പോൾ സെൻട്രൽ പീസ് നമ്മൾ മുറിച്ചു. അവിടെ നമ്മൾ ഇനി കട്ട് ചെയ്ത് കളയാനുള്ളത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമുക്ക് ഈ പീസിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം പോയിൻ്റായിട്ടല്ല വയ്ക്കണേ, നമ്മൾ ഒരു ഷേപ്പായിട്ട് തന്നെ വയ്ക്കണം കേട്ടോ. ഒരു പൊടിക്ക് ഒരു കയറുമായിട്ട് നമ്മളിങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ 4 ഇഞ്ച് പോയിൻ്റ് നമ്മളിവിടെ റിഗാള് ആം ഹോള് നമ്മൾ 4 ഇഞ്ച് പോയിൻറ്റും നമ്മളിവിടെ പിടിക്കണം. അപ്പോൾ ഇവിടെയും 4 ഇഞ്ച് പോയിൻറ്റും നമുക്ക് ആം ഹോൾ വരും കണ്ടോ. ഇവിടെയും 4 ഇഞ്ച് പോയിൻറ്റും വരും. അതിന് ശേഷം കണ്ടോ ഇങ്ങനെയാണ് ആം ഹോൾ വരുന്നത്. രണ്ട് സൈഡിലും തയ്യൽത്തുമ്പ് കഴിച്ചാൽ ആം ഹോൾ ഇങ്ങനെ വരും.
അതിനുശേഷം നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഈ രണ്ട് സൈഡിലെയും 4 ഇഞ്ചും പോയിൻറ്റും വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുന്നു. അപ്പോൾ അടിച്ചു വരുമ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല ഷേപ്പിലിരിക്കുകയും ചെയ്യും, ബസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിന് ലൂസ് കിട്ടുകയും ചെയ്യും, ചെസ്റ്റും കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രിൻസസ് കട്ട് എ ലൈൻ കുർത്തി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, യഥാർത്ഥ തുണി എന്താണോ നമ്മൾ തയ്ക്കാൻ ആയിട്ട് പുറമേ കാണേണ്ട തുണി, ആ തുണിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇനി ഇതിനകത്ത് നമ്മൾ തയ്യൽത്തുമ്പ് ചേർക്കേണ്ട ഇതേ മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുത്താൽ മതി. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒറ്റ പീസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ജോയിൻറ്റ് കൊടുത്തൊരു പീസാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഞാൻ ആ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ ഒറ്റ പീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 കഷ്ണം ജോയിൻറ്റ് കൊടുത്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം തയ്യൽത്തുമ്പും ഒന്ന് നേരെ വരച്ച് തയ്യൽത്തുമ്പും വരയ്ക്കാം കേട്ടോ. നേരെ വരച്ചു, അതിനുശേഷം തയ്യൽത്തുമ്പും വരച്ചു. അതിനുശേഷം തയ്യൽത്തുമ്പും വരച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കൈയുടെ നീളം, ഇത് കൈയുടെ നീളം 9 ഇഞ്ച് നോക്കണം, 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട്. 9 10 ഇഞ്ച്. അപ്പോൾ ഇനി നമ്മൾ കൈക്കുഴി എത്ര ഇറക്കണം എന്നുള്ളതാണ്. കൈക്കുഴി എത്ര ഇറക്കണം എന്ന് അറിയാനായിട്ട് നമുക്ക് 2 മാർഗ്ഗമാണുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ 10 ഇറക്കിയാൽ മതി. അതായത് ചെസ്റ്റ് 36 അതിൻ്റെ 10 എന്ന് പറയുന്നത് 3.6. അങ്ങനെ നമുക്ക് ഇറക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ ലൂസ് നമ്മളോട് മാർക്ക് ചെയ്യുമല്ലോ, ആം ഹോളിൻ്റെ അവിടുത്തെ ലൂസ് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിനോട് നമ്മൾ 1 ഇഞ്ച് ലൂസ് ചേർക്കും, 14 ഇഞ്ച്. ആ 14ൻ്റെ പകുതി നമ്മൾ 7 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യും. അപ്പോൾ ആ 7ൻ്റെ പകുതി 3.5 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യുക. ആ 7ൻ്റെ പകുതി 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് നമുക്ക് ഇറക്കിയാലും മതി. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. 36 ചെസ്റ്റാണ്, അതിൻ്റെ 10 എന്ന് പറയുന്നത് 3.6. ആം ഹോളിൻ്റെ ലൂസിൻ്റെ പകുതിയാണെങ്കിൽ അവിടെ നമ്മൾ ഇറക്കുന്നത് 1 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ, അതിൻ്റെ പകുതിയാണെങ്കിൽ 3.5 ഇഞ്ചാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഈ ലൂസിൻ്റെ പകുതി നമുക്ക് ആം ഹോൾ ഇറക്കാം, അതല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ 10 നമുക്ക് കൈക്കുഴി ഇറക്കുന്ന അളവ് അത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചാൽ മതി. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ കാണുന്നു 3.5, അതുപോലെ ഇതിൻ്റെ സെൻറ്റർ കാണുന്നു. അപ്പോൾ 1.25, 3.5യുടെ പകുതി 1.25, അതിൽ നിന്ന് 4 ഇഞ്ച് മുകളിൽ കെട്ടി. അപ്പോൾ ആ 2 സെൻറ്ററും കൂടെ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്കെയിൽ വെച്ചാണ്, കർവ് വെച്ചാണ് ഞാൻ ആമുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ മാറ്റി മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ആംഹോൾ കർവ് വയ്ക്കുക. സെൻറ്ററിൽ നിന്ന് ആ 1/2 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ആംഹോൾ കർവ് വയ്ക്കുക. ഉണ്ടോ, അങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് അതങ്ങോട്ട് ആ പോയിൻറ്റിലേക്ക് നമ്മൾ തിരിച്ച് മാർക്ക് ചെയ്യുക. ഉണ്ടോ, അപ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മുടെ കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗമാണ്. കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗമാണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇതിന് ഷേപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ചും കൂടി മാറ്റി വെച്ചത്. അപ്പോൾ ഇത് ഫ്രണ്ട് കൈക്കുഴിയാണ്. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ പോയിൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു 4 ഇഞ്ചോളം നമ്മളിങ്ങനെ ഈ പോയിൻറ്റിൽ, സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കും. കണ്ടോ, ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം 1/2 ഇഞ്ച് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വരച്ചത് ഫ്രണ്ടും, ഈ പോയിൻറ്റിൽ നിന്ന് തുടങ്ങി അത് ബാക്കുമാണ്. ഇനി മുൻകൈയുടെ ലൂസ് അത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്. ഇങ്ങനെ ഷേപ്പിലാണ് വരയ്ക്കണേ. നമ്മൾ നേരെയുള്ള സ്കെയിലല്ല വരയ്ക്കണേ, ഇങ്ങനെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഷേപ്പിലാണ് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കണം.
അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം കേട്ടോ. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ അറിയാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം പിടുത്തിയിട്ടതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് ആ മാർക്കിലൂടെ നമ്മളിങ്ങനെ കുഴിച്ചെടുത്ത് കളയുക. അങ്ങനെ നമ്മൾ ഫ്രണ്ടും കുഴിച്ചെടുത്ത് കളഞ്ഞു കണ്ടോ. ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ട് എലൈൻ കുർത്തി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അവസരം പോലെ കമൻറ്റിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രയോജനകരമാണെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക്സ്.